ഹായ് മക്കളെ, നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ളൂ അല്ലേ. സോ ഇംപ്രൂവ്മെന്റ് എക്സാം ഹാളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടിക്കൈകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ആൻസർ ഷീറ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. യെസ്, അതിന് വേണ്ടിയുള്ള ട്രിക്സ് ആൻഡ് ടിപ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആൻസറിങ് എന്ന് പറയുന്ന ഒരു കലയാണ്. നിങ്ങൾ അത് എഴുതുന്ന ഒരു കലാകാരന്. സോ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ആദ്യം നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു കൂൾ ഓഫ് ടൈം നമുക്ക് കിട്ടും അല്ലേ. യെസ്, കൂൾ ഓഫ് ടൈം ആണെങ്കിലും ആക്ച്വലി ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് അല്ലേ നമുക്ക് ആ സമയത്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ തന്നെ സമയം വെറുതെ കളയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ലീവ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് ആ 15 മിനിറ്റിന് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ്, ആ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചില ചോദ്യങ്ങളുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതും ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് എഴുതി വെക്കുക. ഒരു ചെറിയ ഗ്രാഫ് ആണെങ്കിൽ ജസ്റ്റ് ആയിട്ടൊന്ന് വരച്ച് വെച്ചേക്കുക. ഒരു ഇക്വേഷൻ എന്താ പറയാ, ഒരു റിയാക്ഷൻ ആണെങ്കിൽ ആ റിയാക്ഷന്റെ ജസ്റ്റ് ഒരു സ്കെലിറ്റൺ നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെച്ചേക്കുക. ഇത് നമുക്ക് എന്തിനു സഹായിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ആൻസേഴ്സ് വേഗത്തിൽ എഴുതാനായിട്ട്, സമയം ലാഭിക്കാനായിട്ട് നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ ബയോളജിയുടെ കേസ് ആണെങ്കിൽ ബയോളജിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിഗർ ബേസ്ഡ് ചോദിക്കാറുണ്ട്. സോ ഫിഗർ വരയ്ക്കാൻ പറ്റുന്ന കുട്ടികൾ ഫിഗർ വരയ്ക്കും. ഇപ്പൊ എല്ലാവർക്കും ഫിഗർ വരയ്ക്കാൻ പറ്റണമെന്നില്ല അല്ലെ. സോ ഫിഗർ വരയ്ക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഫിഗർ വരയ്ക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഫുൾ പാരഗ്രാഫായിട്ട് നമുക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യനെ വേറൊരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫ്ലോ ചാർട്ട് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് റേറ്റ് ഭയങ്കര ഡൗൺ ആയി കഴിയുന്നു, നമ്മൾ ആരോ മാർക്കറ്റ് അതിൽ റെനിൻ റിലീസ് ചെയ്യുന്നു, അത് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. ദെൻ അത് അടുത്ത എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, ഇത് നമ്മൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയതിന് ശേഷം ഇതിനെ പാരഗ്രാഫായിട്ട് താഴെ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കാതെ തന്നെ നമ്മുടെ പേപ്പറിന് പെട്ടെന്ന് വാല്യൂ ചെയ്യാൻ പറ്റും. കാരണം ഈ ഫ്ലോ ചാർട്ടിനകത്ത് എല്ലാ പോയിന്റ്സും ക്രിസ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അത് വളരെ കറക്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് ഇടാനും സാധിക്കും. നമുക്ക് ആ പാരഗ്രാഫിനകത്ത് വായിച്ച് നമ്മൾ പറയുന്ന പോയിന്റ്സ് എടുക്കാനായിട്ട് എടുക്കുന്ന ടൈം നമുക്ക് കുറെ സേവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഫ്ലോ ചാർട്ട് എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ അതുപോലെ വരുന്ന മറ്റൊരു എളുപ്പ വഴി, ഇപ്പൊ നമുക്ക് ഫിസിക്സിനകത്ത് ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഫിസിക്സിനകത്ത് ഇപ്പോൾ നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ് SSC UT + ½ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സാധാരണ മക്കൾ എല്ലാവരും എന്താ ചെയ്യുക, ഒരു ഗ്രാഫ് വരച്ചതിന് ശേഷം ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ ആ ഡെറിവേഷൻ നേരിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചതിന് മുന്നേ ആയിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് u വെലോസിറ്റിയിൽ പോവുകയായിരുന്നു, അതിലൊരു ആക്സലറേഷൻ കൊടുത്തു, അങ്ങനെ അതിന്റെ വെലോസിറ്റി v ആയിട്ട് മാറി, അങ്ങനെ ഒരു ഡ്യൂറിങ് എ ടൈം t എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രോ കൊടുത്തതിന് ശേഷം ഗ്രാഫ് വരയ്ക്കുക, ഡെറിവേഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡെറിവേഷന്റെ ലെവല് തന്നെ അനദർ ലെവലിലേക്ക് മാറും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പേപ്പർ വളരെയധികം ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സിന് അല്ല കെമിസ്ട്രിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ സെല്ലിന്റെ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളത് അതിന്റെ ആൻസറിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ ആൻസറിങ് കുറച്ചുകൂടി ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഡിഫറൻസ് ഏത് പരീക്ഷയ്ക്കാണ്, ഫിസിക്സിലായിക്കോട്ടെ കെമിസ്ട്രിയിലായിക്കോട്ടെ ബയോളജിയിലായിക്കോട്ടെ, ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഡിഫറൻസ് എഴുതുമ്പോൾ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് കോളം വരച്ച് തന്നെ A B എന്ന് പറഞ്ഞ് കോളംസ് വരച്ച് തന്നെ ആയിരിക്കണം എപ്പോഴും ഡിഫറൻസ് എഴുതേണ്ടത്. അല്ല അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ പോയിന്റ്സ് വേഗം നമുക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വേഗം മനസ്സിലാക്കാനും അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ പോയിന്റ്സിനെ പെട്ടെന്ന് ആ വാല്യൂ ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കാനും അതുകൊണ്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എപ്പോഴും നമ്മൾ കോളം വരച്ച് തന്നെ എഴുതുക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഫിസിക്സിലും മാത്സിലും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അവസാനം നമുക്കൊരു ആൻസർ കിട്ടും അല്ലെ. ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ അടിവരയിട്ടിങ് പോരും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ അവസാനം യൂണിറ്റ് എന്നൊരു സാധനമുണ്ട്. സോ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ഒരിക്കലും മാർക്ക് കിട്ടുന്നില്ല. ഒരു ഹാഫ് മാർക്സ് നിങ്ങൾക്ക് അതിനകത്ത് കട്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ യൂണിറ്റ് എഴുതി എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ക്ലക്സ് ടേബിളിന്റെ കാര്യം ഞാൻ വേഗം പ്രത്യേകം പറയണ്ടല്ലോ. സോ ക്ലക്സ് ടേബിൾ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന ബുക്കാണ്. അപ്പൊ നിങ്ങൾ അത് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യുക. ഇനി മറ്റൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അവസാനം എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു പകുതിയെങ്കിലും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം അത് വേണമെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കി തരത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആണെങ്കിൽ ആ കുറഞ്ഞതിന് നമുക്ക് ഇവിടെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുന്നത്, അത് ആൻസർ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ എൻ്റെ എക്സാമുകളിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫുൾ മാർക്സ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടിപ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ഫുൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് എഴുതുക. ഇനിയും ട്രിക്സും ടിപ്സുമായിട്ട് ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. അപ്പോൾ മനോജ് സാറ് ഇന്നത്തേക്ക് വിട പറയുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് സൈലം.